സി ജോർജ് ജോസഫ്, ഇന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പങ്കെടുത്ത ഉദ്ഘാടന കമ്മീഷനിങ് ചടങ്ങ്, അതിൽ വളരെ പ്രസക്തമായി തോന്നിയ കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആദ്യം ചൂണ്ടിക്കാട്ടി രാഷ്ട്രനഷ്ടം കുറയ്ക്കാൻ കഴിഞ്ഞ പദ്ധതിയാണ് വിഴിഞ്ഞം. പിന്നാലെ പ്രധാനമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു 75% ട്രാൻസ്ഷിപ്മെൻറ്റ് മറ്റ് രാജ്യങ്ങളെ, മറ്റ് തുറമുഖങ്ങളെ ആശ്രയിച്ചാണ് നടന്നു വന്നിരുന്നത്. അതിപ്പോൾ കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. വളരെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിനറിയാം വിഴിഞ്ഞം എന്ന് പറയുന്ന പദ്ധതി തുടർന്നിരുന്ന സാധ്യതകളെക്കുറിച്ച്, കേരളം അതിൽ വഹിച്ച പങ്കിനെക്കുറിച്ച്. അതുതന്നെയാണ് ഒരുപക്ഷെ ഈ രാഷ്ട്രനഷ്ടം കുറയ്ക്കുക എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വിഴിഞ്ഞം സ്വപ്ന പദ്ധതിയാണ്, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണ്. അതിൽ കല്ലിട്ടതാര് കല്ലിടാത്തതാര്, അങ്ങനെ വീമ്പ് പറച്ചിലുകൾ മേനി പറച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് എങ്ങനെയാണ് രാജ്യത്തിന് മുതൽക്കൂട്ടാകുന്നതെന്ന് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ, പ്രധാനമന്ത്രിയുടെ വാക്കുകളിലൂടെ വ്യക്തമാവുകയും ചെയ്തു. താങ്കൾ എങ്ങനെ കാണുന്നു ആ പറച്ചിലുകളെ, വിഴിഞ്ഞം തുറന്നിടുന്ന സാധ്യതകളെ? തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, വിഴിഞ്ഞം ഒരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും വമ്പൻ സാധ്യതകൾ തന്നെയാണ് തുറന്നിടുന്നത്. കേവലം ഒരു വലിയൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ലോകത്തെ മദർഷിപ്പുകളടക്കം അടുക്കുന്ന ഒരു തുറമുഖം എന്നതിലുപരി അതൊരു വികസനത്തിൻ്റെ ഒരു വലിയ കവാടമായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മാറാൻ പോവുകയാണ്. ഇപ്പോൾ നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു വിപുലമായൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് ഇന്ത്യയുടെ ഈ കോസ്റ്റൽ ബെൽറ്റിൽ എങ്ങും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ട്രാൻസ്ഷിപ്മെൻറ്റിന് വേണ്ടി ഇന്ത്യൻ കപ്പലുകൾ ഒന്നില്ലെങ്കിൽ കൊളംബോയോ അല്ലെങ്കിൽ ദുബായ് പോർട്ടിനെയോ അല്ലെങ്കിൽ അതിലപ്പുറത്തുള്ള ഏതെങ്കിലും പോർട്ടിനെയൊക്കെ ആശ്രയിക്കേണ്ടിരുന്നില്ല ഉണ്ടായിരുന്നു. ഇത് തീർച്ചയായിട്ടും കപ്പൽ ഗതാഗതത്തിലെ ചെലവുകൾ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ കപ്പൽ ഗതാഗതം എന്ന് പറയുന്നത് വളരെ ചിലവേറിയ, വളരെ കോസ്റ്റ് എസ്കലേറ്റ് ചെയ്യുന്നൊരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. സമീപകാലത്തായി കപ്പൽ ഗതാഗതത്തിൻ്റെ ചരക്ക് നീക്കത്തിൻ്റെ ചിലവ് ഗണ്യമായി ഉയരുകയുണ്ട്. അത് നമ്മുടെ ഉൽപ്പന്നങ്ങളുടെ വിലയിൽ പ്രതിഫലിക്കുന്ന സ്ഥിതിവിശേഷവും ഒക്കെയുണ്ട്. പലപ്പോഴും അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു കാര്യമാണ്. അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ഉൽപ്പന്ന വിലയിൽ അത് ബാധിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ കപ്പൽ ഗതാഗതത്തിന് ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബ് നമ്മുടെ തീരത്ത് അതിവിപുലമായൊരു ഹബ്ബ് വരുന്നതോടുകൂടി ഈ ചെലവുകൾ ഗണനീയമായി കുറയുന്നു എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ അത്, ഒന്ന് ട്രാൻസ്ഷിപ്മെൻറ്റിൻ്റെ ചെലവുകൾ അല്ലെങ്കിൽ കപ്പൽ ചരക്ക് നീക്കത്തിൻ്റെ ചെലവുകൾ കുറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഉൽപ്പന്ന വിലയിലും മറ്റ് സേവനങ്ങളുടെ കാര്യത്തിലും ഒക്കെ അത് രാജ്യത്തിനകത്തും പ്രതിഫലിക്കും. ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു മാറ്റം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിനെ കേവലം ഒരു തുറമുഖം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടാൽ അതിൻ്റെ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അനുബന്ധമായി വരുന്ന തുറമുഖ അധിഷ്ഠിതമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. അതായത് സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ, എക്സ്പോർട്ട് സോണുകൾ, അതുപോലെ പ്രോസസ്സിംഗ് സോണുകൾ, അങ്ങനെയുള്ള നിരവധിയായ അനുബന്ധ വ്യവസായങ്ങൾ വിഴിഞ്ഞത്തിനും തിരുവനന്തപുരത്തിനും സമീപ പ്രദേശങ്ങളിലും ഈവൻ തമിഴ്നാട്ടിൽ വരെ ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിൽ ആണ് ഇതിൻ്റെ പൂർണ്ണ തോതിലുള്ളൊരു നേട്ടം ഇന്ത്യക്കും നമ്മുടെ സംസ്ഥാനത്തിൽ ലഭിക്കുകയുള്ളൂ. മറ്റൊന്ന്, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GDPയുടെ വളർച്ചയിൽ വലിയ സംഭാവന അർപ്പിക്കാൻ ഈ വിഴിഞ്ഞം പോർട്ടിന് കഴിയും. കാരണം ഒരു പരിധിവരെ എത്ര ശതമാനം എന്നുള്ള രീതിയിൽ നമ്മൾ ഫുൾ ഫ്ലഡ്ജ്ഡ് ആവുമ്പോൾ 2028 എല്ലാ ഘട്ടങ്ങളും കമ്മീഷൻ ചെയ്ത് കഴിയുമ്പോൾ ഏത് രീതിയിൽ അത് മാറും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഏകദേശ ധാരണ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ പല രീതിയിൽ സംസ്ഥാനത്തിൻ്റെ GDP ഗ്രോത്തിൽ, അതിൽ തൊഴിൽ സാഹചര്യങ്ങളിലുള്ള വളർച്ചയിൽ, വിദേശത്തു നിന്നടക്കമുള്ള നിക്ഷേപത്തിൻ്റെ കൂടുതൽ കടന്നുവരവിനുള്ള സാധ്യതകൾ അടക്കം തെളിയുന്ന ഒരു വമ്പൻ പദ്ധതിയാണ് ഇത്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ജനറേഷനിൽ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തനത് നികുതി വരുമാനത്തിലും തനത് നികുതിയേതര വരുമാനത്തിലും, അതായത് മൊത്തം തനത് വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭാവന അർപ്പിക്കാൻ കഴിയുന്ന ഒരു തുറമുഖം കൂടിയാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം കേവലം ഒരു തുറമുഖ കവാടം അല്ലെങ്കിൽ ഒരു പ്രവേശന കവാടം എന്നുള്ളതിനപ്പുറം അതിനപ്പുറത്തേക്ക് വലിയ സാധ്യതകൾ തുറന്നിടുന്ന
അതിവിശാലമായിട്ടുള്ളൊരു മഹാകവാടം തന്നെയാണ് ഇതെന്നുള്ളൊരു വാക്ക് അദ്ദേഹം പ്രയോഗിച്ചത് ആ അർത്ഥത്തിൽ തന്നെയാണ്. ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പോർട്ടായിട്ട് ഇത് മാറുന്നു. മാത്രവുമല്ല, നമുക്ക് താരതമ്യേന അതിനുള്ള ആവർത്തന ചെലവുകൾ എന്ന് പറയുന്നത് ഇവിടെ കുറവാണ്. മാത്രമല്ല 5 മദർഷിപ്പുകൾ ഒരേ സമയം നമുക്ക് ബർത്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് പൂർണ്ണതോതിൽ വികസനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തിയായി കഴിയുമ്പോൾ വരികയാണ്. അത് ശരി, ഒരുപക്ഷെ ജോർജ് ജോസഫ്